അത് വീട്ടുകാർ അറിഞ്ഞുകൊണ്ടെടുത്ത ചെറിയൊരു ലോണാണ്. അതിന്റെ പേര് ഒരിക്കലും ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദന്തൽ കോളേജിൽ വന്നത് അവന് ഒരു ഡോക്ടറാവാൻ വേണ്ടിയാണ്. ഒരു ഡോക്ടറാവാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഒരിക്കലും നിസ്സാരം 12,000 രൂപയ്ക്ക് വേണ്ടി അവൻ ആത്മഹത്യ ചെയ്തില്ല. അവൻ അത്രത്തോളം മൃഗീയമായി ആ ക്ലാസ് റൂമിനകത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ മാനസികമായി അവനെ കൊല്ലുന്ന തരത്തിലേക്ക് അവർ ആസൂത്രണം ചെയ്ത് അവനെ ഹരാസ് ചെയ്തു, അത്രത്തോളം അപമാനിച്ചു. അതിന്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് എവിടെ നിന്നാണ് അവൻ ചാടിയെന്ന്, ആരാണ് തള്ളിയിട്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയണം ആ കൊലകൃത്യം ചെയ്ത് ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയണം, ആ കുടുംബത്തിന് ഞങ്ങൾക്ക് അറിയണം. ഇതെന്താണ് ഇതിവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇതിന് ഉത്തരവാദികൾ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ പറയുന്ന ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായിരിക്കുന്ന അന്യസംസ്ഥാന മേഖലയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ തൊട്ട് സമീപത്തുള്ള റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് പോലീസ് പഠിക്കുന്നത്? അത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കണം. നമ്മുടെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാവരും തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ, അതുമാത്രമല്ല ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ 22-ാം തീയതി കേസ് ഇവിടെ വെച്ചിരിക്കുകയാണ്, കോടതിയിൽ ഇരിക്കുകയാണ്. ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇവിടുത്തെ റാം ഉൾപ്പെടെയുള്ളവർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അവർ ഒരു കാരണവശാലും ശരി തന്നെയാണ്, അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ആ ജാമ്യം എടുക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പൊതുസമൂഹത്തോട് നീതി കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിൻസിപ്പാൾ കുറ്റാരോപിതമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കുടുംബം ആരോപിക്കുന്ന പ്രതിപ്പട്ടികയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മാനേജ്മെന്റിന്റെ മറ്റാൾക്കാരെ കാണുന്നുണ്ട്. കാരണം പ്രതിപ്പട്ടികയിൽ ഇല്ലാത്ത മാനേജ്മെന്റിന്റെ ആൾക്കാരെ കാണുന്നുണ്ട്. പ്രതി ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ അതിനകത്തൊരു ഒരു ഹരാസിംഗ്, അവിടുത്തെ ഒരു പീഡനം നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ, നിതിരാജ് മരിക്കുന്നതിന് മുമ്പേ ആ അവസാനം ഉണ്ടാവുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കോളേജ് ക്യാമ്പസിനകത്ത് ആ റൂമിനകത്ത് അധ്യാപകർ ഒരുമിച്ച് അദ്ദേഹത്തെ മാനസികമായി അദ്ദേഹത്തിന് പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? പോസ്റ്റ്മോർട്ടത്തിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായതിലാണ് മരണകാരണമെന്നാണ് പറയുന്നത്. ആ മുറിവ് എങ്ങനെ ഉണ്ടായി, ഈ ഇത്രയും മുകളിൽ നിന്ന് എവിടെ നിന്ന് ചാടിയെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ നീതിപാലകരാണ്. ഈ ബോഡിയിൽ എവിടെയെങ്കിലും ഈ മുറിവോ അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നോ? ബ്ലഡ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് വ്യക്തമായി ഞങ്ങൾ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് പോലീസ് ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, നിങ്ങൾ കണ്ടിരുന്നോ ഈ ബോഡിയിൽ എവിടെയെങ്കിലും മുറിവ്, രക്തം പോകുന്ന രീതിയിലുള്ള മുറിവുണ്ടായിരുന്നോ? ഞങ്ങൾ അറിയാലോ, ഈ പറയുന്ന ഈ ഒരു വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് പിതാവും എല്ലാവരും ഞങ്ങൾ മറ്റ് ജില്ലയിലാണ്. ഇവിടെ വരുന്നതിനുള്ള സമയമെടുത്തു. അപ്പോൾ അവിടെ അത് ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. മറ്റ് രേഖകൾ പരിശോധിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അന്വേഷണത്തോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം ഞങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലുള്ള ആശയങ്ങളെല്ലാം ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ചികിത്സാ പിഴവ് അങ്ങനെ ഞങ്ങൾക്കുണ്ട്, അവിടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 2 മണിക്കൂറോളം ചികിത്സയ്ക്ക് ഇത് സമയമെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ഓ പോസിറ്റീവ് അല്ല. അപ്പൊ മറ്റൊരു ഗ്രൂപ്പ്, അതെ. അപ്പൊ അതിന് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടായ ചികിത്സാ പിഴവ്, ഞങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ എടുക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? തൃപ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഈ പ്രതികളെ ഇതുവരെ ഈ പറയുന്ന കണ്ണൂരിനകത്ത് ഈ കോളേജിന്റെ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത്? അത് നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, പോലീസാണ്. അത് ചെയ്യണം.